അങ്ങനെ വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന മറ്റൊരു അപ്ഡേറ്റ് ആയിരുന്നു ആപ്പിൾ ഇപ്പം ലോഞ്ച് ചെയ്ത iOS 15.3. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ iOS 15.3യുടെ ഫീച്ചേഴ്സ്, ചേഞ്ചസ്, ബഗ് ഫിക്സസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ അങ്ങനെ ഈ ഒരു അപ്ഡേഷൻ പുഷ് ചെയ്തതിനോടൊപ്പം ആപ്പിൾ മറ്റ് ചില അപ്ഡേറ്റ്സും കൊണ്ടുവന്നിട്ടുണ്ട്. iPadOS 15.3, tvOS 15.3, HomePodOS 15.3, macOS 12.2, WatchOS 8.4 ഇത്രയും അധികം അപ്ഡേറ്റ്സുമാണ് ആപ്പിൾ പുഷ് ചെയ്തേക്കുന്നത്. ഇനി ഈ ഒരു 15.3 എന്ന് പറയുന്ന അപ്ഡേറ്റ് നമ്മളുടെ iPhone 13 Proയിൽ എനിക്ക് ലഭിച്ചത് ജസ്റ്റ് അറൗണ്ട് ഒരു 1 GB അടുത്താണ്. 1 GB 16 MB ആ ഒരു റേഞ്ചിലാണ്. ഡിപ്പെൻഡിങ് ഓൺ ഡിവൈസ്, നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസുകൾ അനുസരിച്ച് ഈ ഒരു അപ്ഡേറ്റ് വരും. അതേസമയം നമ്മളുടെ iPhone 10s നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് ലഭിച്ചത് ഇവിടെ നിങ്ങൾക്ക് കാണാവുന്ന പോലെ 860 MB ആണ് കാണിക്കുന്നത്, 860 MB. അതേപോലെ തന്നെ ഈ ഒരു അപ്ഡേറ്റിൻ്റെ ബിൽഡ് നമ്പർ എന്ന് പറയുന്നത് 90D50 എന്നാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു അപ്ഡേറ്റിൽ നമുക്ക് മോഡം ഫേവർ അപ്ഡേറ്റും ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന നമ്മളുടെ മോഡം നമ്പർ എന്ന് പറയുന്നത് 1.32.09 എന്നായിരുന്നു. അത് അപ്ഡേറ്റ് ചെയ്ത് ഇപ്പം നമുക്ക് 1.41.06 എന്ന് പറയുന്ന ഒരു അപ്ഡേറ്റ് മോഡത്തിന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഈ ഒരു അപ്ഡേറ്റിൽ വന്നിരിക്കുന്ന ചേഞ്ചസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു 15.3 എന്ന് പറയുന്ന അപ്ഡേറ്റ് മെയിൻലി ഫോക്കസ് ചെയ്തേക്കുന്നത് സെക്യൂരിറ്റി പാച്ചസ് ആണ്. അതായത് ധാരാളം ഏകദേശം 10ഓളം സെക്യൂരിറ്റി പാച്ചസ് അല്ലെങ്കിൽ വൾനറബിലിറ്റി അപ്ഡേറ്റ്സ് ആണ് ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു 15.3 എന്നൊക്കെ കേൾക്കുമ്പോൾ ഇതൊരു മേജർ അപ്ഡേറ്റ് തന്നെയാണെന്ന് വിചാരിക്കും. ഇതൊരു മേജർ അപ്ഡേറ്റ് തന്നെയാണ്. പക്ഷേ ഇതൊരു ഫീച്ചർ വൈസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സിനെ ധാരാളമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു അപ്ഡേറ്റ് അല്ല. ഇതിന് പകരം ബഗ് ഫിക്സസ് അതേപോലെ തന്നെ ഈ സെക്യൂരിറ്റി പാച്ച് അതിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മസ്റ്റായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ഒരു അപ്ഡേറ്റ് തന്നെയാണ് 15.3 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെ ആദ്യത്തെ ഒരു ചേഞ്ച്, ഒരു മൈനർ ചേഞ്ച് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മളെ സെറ്റിങ്സ്, അതിനകത്ത് ആപ്പിൾ IDയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസിൽ പോകുമ്പോൾ നമുക്ക് പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് പുതുതായിട്ട് iOS 15 ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു കാര്യമാണ് നമ്മുടെ ഈ ഒരു ലെഗസി കോൺടാക്ട് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഇതിലെ ഡീറ്റെയിൽസിൽ ചെറിയൊരു ചേഞ്ച് ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാം. അപ്പോൾ റൈറ്റ് സൈഡിൽ നിങ്ങൾ ഈ കാണുന്ന 15.2.1ലെ ലെഗസി കോൺടാക്ട്സ് ആണ്. 15.3ലെ ലെഗസി കോൺടാക്റ്റിനകത്ത് ആ താഴെ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് വളരെ അവർ ഷോർട്ട് ആക്കിയേക്കുന്നത് കാണാൻ സാധിക്കും. അതുമാത്രമല്ല ഏറ്റവും മുകളിൽ നിങ്ങൾ ആ ഒരു യുവർ ലെഗസി കോൺടാക്ട് എന്നാണ് നമ്മൾക്ക് 15.3ൽ വന്നപ്പോൾ മാറ്റിയേക്കുന്നത്. എന്നാൽ 15.2.1ൽ വരെ ഉണ്ടായിരുന്നത് യുവർ ലെഗസി കോൺടാക്ട്സ് എന്ന് പറയുന്ന ഒരു പ്ലൂറൽ ഫോം ആയിരുന്നു കൊടുത്തത്. ഇതിലേക്ക് വന്നപ്പോൾ സിംഗുലർ ഫോമിലേക്ക് മാറ്റിയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ മൈനർ ചേഞ്ച് ആണ് ലെഗസി കോൺടാക്ട്സിൽ വന്നേക്കുന്നത്. ഇനി ഈ ഒരു ലെഗസി കോൺടാക്ട് എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചർ എന്താണെന്ന് അറിയത്തില്ലാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് വളരെ സിമ്പിളാണ്. നമ്മളുടെ മരണത്തിന് ശേഷം നമ്മളുടെ ഫോണിൽ ഏത് ഫോണാണോ നമ്മൾ ഉപയോഗിച്ചത് ആ ഒരു ഐഫോണിലെ കംപ്ലീറ്റ് ഡേറ്റാസ് മറ്റൊരാൾക്ക് യൂസ് ചെയ്യണം അല്ലെങ്കിൽ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെഗസി കോൺടാക്റ്റിൽ ആഡ് ചെയ്തേക്കുന്ന ആൾക്ക് മാത്രമേ ഉള്ളൂ നമ്മുടെ ഫോണിലെ കംപ്ലീറ്റ് ഡേറ്റയും ആക്സസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ മരണത്തിന് ശേഷം. അതിനുള്ളൊരു ഒരു ഓപ്ഷനാണ് നമുക്ക് ഈ ഒരു ലെഗസി കോൺടാക്ട്. ഇതിലെ അടുത്ത ചേഞ്ച് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മളുടെ പോഡ്കാസ്റ്റ് ആപ്പിലായിരുന്നു. പോഡ്കാസ്റ്റ് ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പുതുതായിട്ട് ഇങ്ങനെ ഒരു സ്പ്ലാഷ് സ്ക്രീൻ കാണാൻ സാധിക്കും. അതിൽ 3 പുതിയ ഫങ്ഷണാലിറ്റീസ് അല്ലെങ്കിൽ കൊണ്ടുവന്നിരിക്കുന്ന ചേഞ്ചസ് കാണാൻ സാധിക്കും. ഷോ സേവ്ഡ് ലേറ്റസ്റ്റ് എപ്പിസോഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പോഡ്കാസ്റ്റ് ആപ്പ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈബ്രറി ഓപ്ഷനിൽ പോകുകയാണെങ്കിൽ ഇതാണ് iOS 15.2ലെ പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ലൈബ്രറി ഓപ്ഷനിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ലേറ്റസ്റ്റ് എപ്പിസോഡ് എന്നുള്ളത് ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പുതിയ അപ്ഡേറ്റിൽ വന്നിരിക്കുന്ന ഒരു വെർബൽ ചേഞ്ചാണ് ഓൾ കോട്ട് അപ്പ് എന്ന് പറഞ്ഞ്. എന്നാൽ നേരത്തെ വരെയുള്ള അപ്ഡേറ്റിൽ നമ്മൾ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നോ ലേറ്റസ്റ്റ് എപ്പിസോഡ്സ് എന്ന് മാത്രമേ കാണത്തുള്ളായിരുന്നു. പക്ഷേ ഇപ്പം ഓൾ കോട്ട് അപ്പ് എന്ന് പറയുന്ന ആ ഒരു വെർബൽ ചേഞ്ചാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നീട് ഈ ഒരു അപ്ഡേറ്റിൽ വന്ന ഒരു സ്ലൈറ്റ് ഇംപ്രൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഷോർട്ട് കട്ട് ആപ്പിലാണ്. ഷോർട്ട് കട്ട് ആപ്പിന് കഴിഞ്ഞ അപ്ഡേറ്റ് വരെ ധാരാളം പ്രശ്നങ്ങളുണ്ടായിരുന്നു. കുറേ യൂസേഴ്സിന് പല ഇഷ്യൂസും അവർ നേരിടുന്നുണ്ടായിരുന്നു. ഇപ്പം ആ ഒരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ അവർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ബെറ്റർ സ്റ്റേബിൾ ആയിട്ടുണ്ട്. എസ്പെഷ്യലി ചില ആക്ഷൻസ് ഒക്കെ ആഡ് ചെയ്യുമ്പം അത് ആഡ് ആകാതിരിക്കുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഉണ്ടായിരുന്ന പ്രധാന പ്രശ്നമായിരുന്നു നമുക്ക് റിമൈൻഡേഴ്സ്, എഡിറ്റ് റിമൈൻഡർ എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ആക്ഷൻ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങളൊന്നും സെറ്റാക്കാൻ സാധിക്കുന്നില്ല എന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ സിറി, നിങ്ങളിപ്പം സ്പീക്ക് എന്ന് പറയുന്ന എന്തെങ്കിലും ഒരു ആക്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു സിറി വോയിസ് ആഡ് ചെയ്യണം എന്നുള്ള സമയത്ത് ഈവൻ തോ നമ്മളത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു സിറി വോയിസ്, സ്പെസിഫിക് ആയിട്ടുള്ള വോയിസ് വർക്കായിരിക്കുന്നു അല്ലെങ്കിൽ ഈ ഒരു ഷോർട്ട് കട്ടിലേക്ക് സിങ്ക് ആയിരിക്കുന്നു, വരാതിരിക്കുന്നു, അങ്ങനെ ഒരു പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലുള്ള മൈനറായിട്ടുള്ള ഇഷ്യൂസൊക്കെ ആപ്പിൾ ഇപ്പം ഇതിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഈ ഒരു അപ്ഡേറ്റിൽ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു 15.3 എന്ന് പറയുന്ന അപ്ഡേറ്റിൽ വന്ന ഏതാനും ചില ചേഞ്ചസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് ബഗ് ഫിക്സസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഇതിലെ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ബഗ് ഫിക്സ് ചെയ്യുന്നത് നമ്മുടെ സ്റ്റോറേജിൻ്റെ ബഗ്ഗാണ്. അതിപ്പം കംപ്ലീറ്റ്ലി ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളുടെ സെറ്റിങ്സ്, ജനറൽസ്, ഐഫോൺ സ്റ്റോറേജ് എന്നുള്ള ഓപ്ഷനിൽ പോകുമ്പം നേരത്തെ നമുക്ക് ഈ ഒരു സ്റ്റോറേജ് ലോഡ് ആകാതിരിക്കുന്നു എന്നുള്ള ഒരു ഇഷ്യൂ
ആ ഒരു ഇഷ്യൂ ഇപ്പോൾ കംപ്ലീറ്റ്ലി ഫിക്സ് ചെയ്തിട്ടുണ്ട് ആപ്പിൾ. ഇതിലെ അടുത്തൊരു മേജർ ബഗ് ഫിക്സ് എന്ന് പറയുന്നത് നമ്മളുടെ സഫാരി ബേസ് ചെയ്തിട്ടുള്ളൊരു ബഗ്ഗാണ്. അതായത് ഡേറ്റ ലീക്ക് ആകുന്നു. അതായത് സഫാരി ഉപയോഗിച്ച് യൂസേഴ്സ് സെർച്ച് ചെയ്യുന്ന URLs, അതുപോലെ തന്നെ ഈവൻ ഗൂഗിൾ അക്കൗണ്ടുകൾ, നമ്മളിപ്പം സൈൻ ഇൻ ചെയ്തേക്കുന്ന ഗൂഗിൾ അക്കൗണ്ടുകൾ നിങ്ങൾ എന്തെങ്കിലും സഫാരി ഉപയോഗിച്ച് നിങ്ങൾ സൈൻ ഇൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള ഡേറ്റാസൊക്കെ മറ്റൊരാൾക്ക്, മറ്റൊരു തേർഡ് പാർട്ടി ഹാക്കറിന് ഹാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ആക്സസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വൾനറബിലിറ്റി നമ്മുടെ ഈ ഒരു സഫാരിയിലുണ്ടായിരുന്നു. അപ്പം ഈ ഒരു അപ്ഡേറ്റിൽ 15.3 അപ്ഡേറ്റിൽ ആപ്പിൾ അത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ്ലി പൂർണ്ണമായിട്ടും ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും നമുക്ക് സഫാരിയിൽ മാത്രമല്ല ഈ ഒരു പ്രോബ്ലം ഉള്ളത്, മറ്റുള്ള ബ്രൗസേഴ്സിലൊന്നും പ്രോബ്ലം ഉള്ളല്ലോ, അപ്പം നമുക്ക് സഫാരി ഒഴിവാക്കിയിട്ട് മറ്റുള്ള ഗൂഗിൾ ക്രോമോ അല്ലെ ഒപ്പാറോ ഒക്കെ ഉപയോഗിച്ചാൽ ഈ ഒരു ഇഷ്യൂ ഉണ്ടാകത്തില്ല. പക്ഷെ അങ്ങനെയല്ല iOSലെ കാര്യങ്ങൾ. അതായത് iOSന് നിങ്ങൾ ഏത് ബ്രൗസർ ഉപയോഗിച്ചാലും അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് സഫാരി റെൻഡറിങ് ആണ്. അതായത് അതിൽ എന്തൊക്കെ കാര്യങ്ങൾ വെബ് ബേസ് ചെയ്തിട്ടുള്ള എന്തൊക്കെ കണ്ടൻസ് ലോഡ് ചെയ്യുന്നുണ്ടല്ലോ അതിൻ്റെ എല്ലാം റെൻഡറിങ് നടത്തുന്നത് സഫാരിയുടെ എഞ്ചിനാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വൾനറബിലിറ്റി ഉണ്ടായിരുന്നത് നമ്മുടെ വെബ് കിറ്റിലാണ്. ഈ വെബ് കിറ്റ് ത്രൂ ആണ് ഏത് ബ്രൗസർ നിങ്ങൾ ഉപയോഗിച്ചാലും ഡേറ്റാസ് എല്ലാം പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വെബ് കിറ്റിനുണ്ടായിരുന്ന ഇഷ്യൂ നിങ്ങൾ ഏത് ബ്രൗസർ ഉപയോഗിച്ചാലും നിങ്ങളുടെ ഡേറ്റ ലീക്ക് ആകാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സഫാരിന് മാത്രം അല്ല നമ്മളിതിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ മാത്രം ഒരു പ്രോബ്ലം അല്ല, വെബ് കിറ്റ് സ്റ്റോറേജിൻ്റെ ഒരു പ്രോബ്ലം തന്നെയാണ്. അപ്പോൾ ഇത് ബേസ് ചെയ്തുള്ള പല ഇൻഫർമേഷൻസും നമ്മളുടെ സൈറ്റിൽ തന്നെ ആപ്പിളിൻ്റെ ഈ ഒരു സെക്യൂരിറ്റി പാച്ചിൻ്റെ സൈറ്റിൽ കൃത്യമായിട്ട് ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 10ഓളം ബഗ്ഗാണ് പാച്ച് ചെയ്തേക്കുന്നത്. ഇവിടെ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. കളർ സിങ്ക്, അതായത് പ്രോസസ്സിങ് എ മാലിക്കുലസ് ക്രാഫ്റ്റഡ് ഫയൽ മേ ലീഡ് ടു ആട്രിബ്യൂട്ട് കോഡ് എക്സിക്യൂഷൻ എന്ന് പറഞ്ഞ്, അതേപോലെ തന്നെ ക്രാഷ് റിപ്പോർട്ട്, ഐക്ലൗഡിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം ഇവിടെ കൊടുത്തിട്ടുണ്ട് ആൻ ആപ്ലിക്കേഷൻ മേ ബി ഏബിൾ ടു ആക്സസ് എ യൂസേഴ്സ് ഫയൽ. അതുപോലെ ധാരാളം ബഗ്സ് ആപ്പിൾ ഇവിടെ പാച്ച് ചെയ്തിട്ടുണ്ട്. മൊബൈൽ ഫ്രെയിം ബഫർ, കേർണൽ, ഇൻപുട്ട് ഔട്ട്പുട്ട്, വെബ് കിറ്റ്, ഇതാണ് പറഞ്ഞ വെബ് കിറ്റിൻ്റെ സ്റ്റോറേജാണ്. ഇതേ ഈ കാണുന്ന വെബ് കിറ്റിൻ്റെ സ്റ്റോറേജ് എന്ന് പറയുന്ന ഈ ഒരു വൾനറബിലിറ്റിയാണ് ആപ്പിൾ മെയിനായിട്ടും പാച്ച് ചെയ്തേക്കുന്നത്. പക്ഷേ ഈ വെബ് കിറ്റിൽ അത് മാത്രമല്ല വേറെയും കുറേ വൾനറബിലിറ്റീസ് ഉണ്ട്, അതെല്ലാം ആപ്പിൾ പാച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു അപ്ഡേറ്റിനെ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് ഈ ഒരു ഈ ഒരു ബഗ് ഫിക്സസ് ആണ്. പിന്നീട് ഏറ്റവും കൂടുതൽ യൂസേഴ്സ് നേരിട്ടുകൊണ്ടിരിക്കുന്ന, ഇപ്പോഴും പലരും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് നമ്മൾ വാട്സാപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ പുഷ് ആയിരിക്കുന്നത് അല്ലെങ്കിൽ പോപ്പപ്പ് ആയിരിക്കുന്നത്. നിങ്ങൾ വാട്സാപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ മാത്രമാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ അതിൽ വന്നിരിക്കുന്ന മെസ്സേജസ് അറിയുന്നത്. അപ്പോൾ ഈ ഒരു ഇഷ്യൂ നേരിടുന്നവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സെറ്റിംഗ്സിൽ പോവുക, അതിൽ ജനറൽസിൽ പോവുക, ഏറ്റവും താഴെ നമ്മൾ ഈ ട്രാൻസ്ഫർ ഓർ റീസെറ്റ് ഐഫോൺ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോവുക. അതിൽ റീസെറ്റിൻ്റെ ഓപ്ഷനിൽ പോയിട്ട് ഈ റീസെറ്റ് ലൊക്കേഷൻ ആൻഡ് പ്രൈവസി എന്ന് പറയുന്ന ഏറ്റവും അവസാനം കാണിച്ചിരിക്കുന്ന ആ ഒരു ഓപ്ഷൻ ജസ്റ്റ് ചെയ്താൽ മാത്രം മതി ഈ ഒരു ഇഷ്യൂ ഫിക്സ് ആവുന്നതായിരിക്കും. ഇതിലെ അടുത്തൊരു ബഗ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ യൂസേഴ്സ് ഇപ്പോഴും നേരിടുന്നൊരു പ്രോബ്ലമാണ്. അതായത് നമ്മളെ മെയിൻ സ്പീക്കർ വഴി സൗണ്ട് കേൾക്കാതിരിക്കുന്നു. നമ്മൾ ചില ഓഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോസൊക്കെ പ്ലേ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ടോപ്പിലെ ഇയർ പീസ് വഴി മാത്രം സൗണ്ട് അല്ലെങ്കിൽ ഓഡിയോ കേൾക്കുന്നു. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, പലരും പെർസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂ യൂസേഴ്സ് നേരിടുന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഒന്നെങ്കിൽ നിങ്ങൾ ഫോൺ റീസ്റ്റാർട്ട് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ അതിൽ എളുപ്പമുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ കൺട്രോൾ സെൻറ്ററിൽ പോവുക. കൺട്രോൾ സെൻറ്ററിൽ പോയിട്ട് ഇങ്ങനെ ഇഷ്യൂ വന്നു കഴിയുമ്പം നിങ്ങളിവിടെ ഈ ടോപ്പിൽ നമുക്കൊരു ഷെയറിൻ്റെ ഓപ്ഷൻ കാണാം. അതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിയുമ്പം നമുക്കിവിടെ സ്പീക്കർ, ഐഫോൺ എന്ന് പറഞ്ഞ 2 ഓപ്ഷൻ കാണിക്കും. ഈ ഒരു ഇഷ്യൂ ഉള്ള സമയത്ത്, അതായത് മെയിൻ സ്പീക്കർ വഴി നമുക്ക് സൗണ്ട് കേൾക്കാതിരിക്കുന്ന സമയത്തുള്ള കാര്യമാണ് പറയുന്നത്. ആ ഒരു സമയത്ത് നമുക്ക് ഇവിടെ താഴെ സ്പീക്കർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടെ കാണാൻ സാധിക്കും. അപ്പോൾ ജസ്റ്റ് അതിലൊന്നും ടാപ്പ് ചെയ്താൽ മാത്രം മതി നമുക്ക് ഈ ഒരു ഇഷ്യൂ പരിഹരിക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് 15.3യുടെ വിശേഷങ്ങൾ. ഇനി ഇതിൻ്റെ ബാറ്ററി ആൻഡ് പെർഫോമൻസ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പെർഫോമൻസിൽ തുടങ്ങാം. പെർഫോമൻസിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് 15.2.1 സ്ലൈറ്റ്ലി ബെറ്റർ എനിക്ക് തോന്നുന്നത്. അതായത് ഓവറോൾ ആ ഒരു യൂസബിലിറ്റിയിൽ അല്ലെങ്കിൽ ആ ഒരു യൂസേജിൽ തന്നെ എനിക്കൊരു ചെറിയ ഒരു സ്ലൈറ്റ് ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ഓരോ ആപ്സ് ഓപ്പൺ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോഴാണെങ്കിൽ പോലും ചെറിയൊരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഗീക്ക് ബെഞ്ച് നമുക്കൊന്ന് റൺ ചെയ്യാം. ഓൾറെഡി നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 15.3ലെ സിംഗിൾ കോർ സ്കോർ എന്ന് പറയുന്നത് 7524, മൾട്ടി കോർ സ്കോർ എന്ന് പറയുന്നത് 19491. നേരെ മറിച്ച് 15.2.1ലെ സ്കോർ എന്ന് പറയുന്നത് 7431 സിംഗിൾ കോർ സ്കോർ എന്ന് പറയുന്നത്. 18712 മൾട്ടി കോർ സ്കോർ എന്ന് പറയുന്നത്. അപ്പം വലിയൊരു ഡിഫറൻസ് മൾട്ടി കോർ സ്കോറിലുണ്ട്. എന്നാൽ സ്ലൈറ്റ് ഡിഫറൻസ് ആണ് നമ്മുടെ സിംഗിൾ കോർ സ്കോറിലുള്ളത്. പക്ഷേ മൾട്ടി കോർ സ്കോറിൽ കാര്യമായിട്ടുള്ളൊരു ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു സ്ലൈറ്റ് ബെറ്റർ ഒപ്റ്റിമൈസേഷൻ അല്ലെങ്കിൽ ഇച്ചിരി കൂടെ സ്മൂത്ത്നെസ് നമ്മുടെ ഓവറോൾ പെർഫോമൻസിൽ നമുക്ക് അനുഭവപ്പെടും. രണ്ടാമത് ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ഒരു 3 മണിക്കൂർ, ഏകദേശം 3 മണിക്കൂറായിട്ടുള്ളൂ നമ്മളിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഈ ഒരു ടൈമും കൊണ്ട് നമുക്ക് കാര്യമായിട്ടുള്ളൊരു പിക്ചർ കിട്ടത്തില്ല ബാറ്ററി ബാക്കപ്പിനെ പറ്റി. എന്തായാലും ഒരു കഴിഞ്ഞ 15.2.1 വരെ ഉണ്ടായിരുന്നൊരു ആ ഒരു ബാക്കപ്പ് അല്ലെങ്കിൽ ആ ഒരു ബാറ്ററി പെർഫോമൻസ്
തന്നെയാണ് എനിക്ക് ഇതിലും ലഭിക്കുന്നത്. എന്തായാലും ആ ഒരു കൺസിസ്റ്റൻസി ഈ ഒരു ബാക്കപ്പ് ഈ ഒരു അപ്ഡേറ്റിലും നമുക്ക് ലഭിക്കും തീർച്ചയായിട്ടും. ഇപ്പോഴും നമ്മുടെ ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നത് 100% തന്നെയാണ്. അപ്പം നമ്മുടെ ബാറ്ററി ഹെൽത്തിനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമുക്ക് കിട്ടുന്ന ബാക്കപ്പ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ഡിവൈസുകളും ആ ഒരു ഡിവൈസിൻ്റെ ഹെൽത്ത്, ആ ഒരു യൂസറിൻ്റെ യൂസേജ് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ആ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ആ ബാറ്ററി ബാക്കപ്പ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. എനിവേ പ്രീവിയസ് അപ്ഡേറ്റിൽ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ആ ഒരു രീതിയിലുള്ള ബാക്കപ്പ് തന്നെ നമുക്ക് ഇതിലും ലഭിക്കും. എന്തായാലും താമസിക്കാതെ തന്നെ നമ്മൾ ഈ ഒരു ഫോളോ അപ്പ് വീഡിയോ 2-3 ദിവസത്തിനുള്ളിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ചെയ്യണോ വേണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും മസ്റ്റായിട്ടും നിങ്ങൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഇതിൽ സെക്യൂരിറ്റി പാച്ച് അതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു സെക്യൂരിറ്റി പാച്ച് എന്തായാലും കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മേജർ അപ്ഡേറ്റ് തന്നെയാണ്. രണ്ടാമത് നിങ്ങൾക്ക് പ്രീവിയസ് അപ്ഡേറ്റ് വരെ യൂസേജിൽ എന്തെങ്കിലും ബഗ്ഗോ കാര്യമായിട്ടുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലാപ്പോ കമ്പ്യൂട്ടർ ഉള്ളവർ ഐട്യൂൺസ് ഉപയോഗിച്ച് തന്നെ അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ 15.3 പറ്റിയുള്ള വിശേഷങ്ങൾ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലാൻ. Catch you guys next video. Till then, peace.